ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ആണ്. Show that the function f r2 are defined by f of x equal to 1 by x is 1 1 and on 2, where r is the set of whole non-zero real numbers. Is the result true if the domain is replaced by natural number n with the codomain being same as r? അതായത് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ റിയൽ നമ്പറിൽ നിന്നും മറ്റൊരു റിയൽ നമ്പറിലേക്കുള്ള, അതായത് റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലോട്ട് തന്നെയുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ 1 1 ആണെന്നും ഓൺ 2 ആണെന്നും തെളിയിക്കണം. ഇനി ഡൊമൈന് റിയൽ നമ്പറിന് പകരം നാച്ചുറൽ നമ്പർ ആയിട്ട് എടുത്തു. കോഡൊമൈന് അഥവാ രണ്ടാമത്തെ സെറ്റ് അത് റിയൽ നമ്പർ തന്നെയാണ് എങ്കിൽ ഈ കണ്ടീഷൻ ഓക്കെ ആവുമോ? ഇതാണ് നമ്മളുടെ ചോദ്യം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ എവിടെ ഉണ്ടാവണം? വൈയിൽ ഉണ്ടാവണം. ഓക്കെ, അതാണ് 1 1 എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് സെറ്റിലുള്ള പല എലമെൻറ്റും, ഫസ്റ്റ് സെറ്റിലുള്ള ഒന്നിൽ കൂടുതൽ എലമെൻറ്റിന് അവിടെ ഒരാൾ തന്നെ എലമെൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1 2 3 എന്ന് പറയുന്നൊരു സെറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെയും 1 2 3. ഇതിങ്ങനെ ഓരോന്നിനായിട്ടാണ് പോണെങ്കിൽ അതിനെ നമ്മൾ 1 1 എന്ന് പറയും. ഇപ്പോൾ നേരെ മറിച്ച് 1 2 3 1 2 3 1 2 2ഉം 2 3 3 ഇത് മെനി 1 ആണ്, കുറേ പേർക്ക് ഒരാൾ. ഓക്കെ, നമ്മളോട് ഇവിടെ 1 1 ആണെന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവരും ഒന്നാമത്തെ സെറ്റിലുള്ള ആരുടെയെങ്കിലും ഒരു ഇമേജ് ആവണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 1 1 ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ നോക്കാം. എന്താണ് 1 1 ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ? നമുക്ക് 1 1 ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നമ്മൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 കാണുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 കിട്ടിക്കഴിഞ്ഞാൽ അത് 1 1 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം കാണാൻ പോവാണ്. 1 by x1 ഈക്വൽ ടു 1 by x2 എന്ന് വരും. ഇതിനെ ക്രോസ് ചെയ്യുക, 1 into x2 x2 1 into x1 x1, അപ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. അപ്പോൾ അത് 1 1 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഓൺ ടു കാണുന്ന മെത്തേഡാണ് പറയുന്നത് കേട്ടോ. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y ഈക്വൽ ടു 1 by x എന്ന് എടുക്കും. y ഈക്വൽ എഫ് ഓഫ് നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ y ഈക്വൽ ടു എന്ന് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. ആദ്യം ഞാൻ ഈ എക്സിനെ ഇങ്ങോട്ട് കൊടുക്കുന്നു, y x ഈക്വൽ ടു 1 എന്നായി. അതിൽ നിന്ന് x ഈക്വൽ ടു 1 by y. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ഈ എഫ് ഓഫ് എക്സ് കാണുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ടു ആണെന്ന് പറയാം. ഒരു സെറ്റ് ആ സെറ്റിൽ നിന്ന് ആ സെറ്റിലോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 1 by y കൊടുക്കുക. ഇത് ഫ്രാക്ഷണൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷണൽ നമ്പറിനെ എന്ത് ചെയ്യണം? തിരിച്ചിട്ടിട്ട് ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷനെ തിരിച്ചിട്ടിട്ട് ഗുണിക്കണം. അപ്പോൾ 1 into y by 1 എന്ന് വരും, അത് y ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? y കിട്ടി. അപ്പോൾ ഇത് ഓൺ ടു ആണ്. അപ്പോൾ ഇത് 1 1 ആണെന്നും കിട്ടി, ഓൺ ടു ആണെന്നും കിട്ടി. ഓക്കെ ആണ്. ഇനി നമ്മളുടെ അടുത്ത കണ്ടീഷൻ, ഇവിടെ സെറ്റ് ഡൊമൈൻ ഒന്ന് മാറും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഡൊമൈന് നാച്ചുറൽ നമ്പർ ആവും. റേഞ്ച് എന്ത് തന്നെയാണ്? കോഡൊമൈൻ റേഞ്ച് അല്ല, കോഡൊമൈൻ എന്ത് തന്നെയാണ്? അത് റിയൽ നമ്പർ തന്നെയാണ്. നമ്മൾ ആദ്യം 1 1 ചെക്ക് ചെയ്യുക. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ഇതാ 1 by x1 ഈക്വൽ ടു 1 by x2, x1 ഈക്വൽ ടു x2. ഇത് 1 1 ആണെന്ന് കിട്ടും. കാരണം ഇതിലുള്ള നാച്ചുറൽ നമ്പറുള്ള ഓരോന്നിനും അവിടെ ഒരു എന്താ പറയുക, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ആണ് അല്ലേ. അപ്പോൾ എക്സിന് ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ 1 by 1 റിയൽ നമ്പറിലുണ്ട്. എക്സിന് ഞാൻ 2 എടുത്തു കഴിഞ്ഞാലോ 1 by 2 അത് റിയൽ നമ്പറാണ്, അതവിടെ ഉണ്ട്. എക്സിന് 3 എടുത്താൽ 1 by 3 1 by x ആണല്ലോ, അപ്പോൾ 1 by 3 റിയൽ നമ്പറിലുണ്ട്. അപ്പോൾ ഇതൊരു 1 1 ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. ഇനി ഓൺ ടു ആണോ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് y ഈക്വൽ ടു 1 by x, നേരത്തെ പോലെ തന്നെ x ഈക്വൽ ടു 1 by y. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ എലമെൻ്റ് അല്ലേ, ആ എക്സ് നാച്ചുറൽ നമ്പറാണ്. ഇപ്പോൾ വൈക്ക് ഞാൻ 1 എടുത്തു. y എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ സെറ്റാണല്ലോ. അവിടെ നമ്മൾ വൈക്ക് 1 എടുക്കുമ്പോൾ നമുക്ക് 1 by 1 കുഴപ്പമില്ല, 1 by 1 1 ആണ്, നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, ഇനി വൈക്ക് ഞാൻ 2 എടുത്താൽ 1 by 2, പക്ഷെ 1 by 2 എന്ന് പറയുന്നത് നോട്ട് എ നാച്ചുറൽ നമ്പറാണ്. ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല. പക്ഷെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ലല്ലോ. ഇല്ല. എക്സ് ഈസ് ദ ഡൊമൈൻ നാച്ചുറൽ നമ്പർ, ബട്ട് ദർ ഈസ് എക്സ് cannot always be a natural number. എക്സിന് എപ്പോഴും എന്താകാൻ പറ്റില്ല? നാച്ചുറൽ നമ്പർ ആകാൻ പറ്റില്ല. ഡിനോമിനേറ്ററിൽ 1 വരുമ്പോൾ മാത്രമേ അത് നാച്ചുറൽ നമ്പർ ആകുള്ളൂ.
അപ്പോൾ നമ്മളുടെ കണ്ടീഷൻസ് ഫാൾസ് ആയില്ലേ. അപ്പോൾ ഇവിടെ എന്താവില്ല, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, y ഈക്വൽ ടു 2 എടുത്തു, x ഈക്വൽ ടു 1/2 നോട്ട് എ നാച്ചുറൽ നമ്പർ, എഫ് ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ട് ആയപ്പോൾ 1/x എന്തായി, 1 ആണ്, ഓൺ ടു ആണ്. പക്ഷെ നാച്ചുറൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ട് ആകുമ്പോൾ അത് 1 ആണ്, പക്ഷെ എന്തല്ല, ഓൺ ടു അല്ല. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ചെക്ക് ദ ഇൻജെക്റ്റീവ് ആൻഡ് സബ്ജെക്റ്റീവ്. ഇൻജെക്റ്റീവ് സബ്ജെക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അത് ഈ 1/1ൻ്റെ ഓൺ ടുവിൻ്റെ ഓരോ വേറൊരു പേരുകളാണ് കേട്ടോ. ഇൻജെക്റ്റീവ്, സർജെക്റ്റീവ്, ബൈജെക്റ്റീവ്. ബൈജെക്റ്റീവ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഓക്കെയാണ്. ഇൻജെക്റ്റീവും സർജെക്റ്റീവും ആണെന്നുണ്ടെങ്കിൽ അത് ബൈജെക്റ്റീവ് ആയിരിക്കും. അങ്ങനെ. അപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് ഒരു 5 ഫംഗ്ഷനുകളാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റത്തത് നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പറിലോട്ട് പോവുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ. നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പറിലോട്ടാണ് കേട്ടോ. അപ്പോൾ x1 ഈക്വൽ ടു x2, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2, അഥവാ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. അപ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും സ്ക്വയർ കളയുമ്പോൾ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2, ഇവിടെ x2നെ നമുക്ക് നോക്കിയാൽ x1ന് നമുക്ക് 2 വാല്യൂ കിട്ടും കേട്ടോ. ഇവിടെ x1ൻ്റെ റൂട്ട് എടുക്കണ അവിടെ നിൽക്കട്ടെ. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും, അല്ലെങ്കിൽ x1 ഈക്വൽ ടു -x2 എന്ന് കിട്ടൂലേ. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈതഗോറസ് ഒക്കെ അറിയിക്കുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, a സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 4 ആണെന്നുണ്ടെങ്കിൽ a ഈക്വൽ ടു എന്താണ് +or-√4 ആണ്. അഥവാ a ഇസ് ഈക്വൽ ടു +or-2 എന്ന് കിട്ടും. അഥവാ +2ൻ്റെ സ്ക്വയറും 4 ആണ്, -2ൻ്റെ സ്ക്വയറും 4 ആണ്. അതേപോലെ തന്നെ ഇവിടെ x1 സ്ക്വയർ ഇസ് ഈക്വൽ ടു x2 സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x1 എന്താവും, ഒന്നെങ്കിൽ +x2 ആവും, അല്ലെങ്കിലോ -x2 ആവും. ഓക്കെ, ഇവിടെ x1ഉം x2ഉം നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് x1ഉം x2ഉം നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പറിലോട്ടുള്ളതാണല്ലോ. അപ്പോൾ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് പറയാം. x1 ഈക്വൽ ടു -x2നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കളയാം. അപ്പോൾ ഇതെന്തായിട്ട് കിട്ടും, 1 അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ആയിട്ട് കിട്ടും. നമ്മളെപ്പോഴും ഫംഗ്ഷനിലോട്ട് നോക്കണം കേട്ടോ. ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലോട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കണം, എങ്കിലേ നമുക്ക് ഇത്തരത്തിലുള്ളതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈ -x2നെ ഇവിടെ നിന്ന് ഒഴിവാക്കി. കാരണം നെഗറ്റീവ് വരില്ല. അപ്പോൾ x1 ഈക്വൽ ടു എന്തുണ്ടാവുള്ളൂ, x2 ഉണ്ടാവുള്ളൂ, 1 ആണെന്ന് പറയാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാൽ തന്നെ പറയാൻ പറ്റുന്ന സാധനമാണിത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പർ 1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിന് ഇവിടെ 1ൻ്റെ സ്ക്വയർ 1 ആണ്. 2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ 4 ആണ്. 3 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ എത്രയാണ്, 9 ആണ്. കണ്ടോ, ഓരോന്നിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓരോ എലമെൻറ്റുകളുണ്ട് അല്ലേ. അതാണ് 1 എന്ന് പറയുന്നത്. ഫസ്റ്റ് സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനും രണ്ടാമത്തേൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ വേണം. അതാണ് 1 എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. y ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ x ഈക്വൽ ടു എന്ത് കിട്ടും, +or-√y എന്ന് വരും. x ഈക്വൽ ടു എന്ത് വരും, +or-√y എന്ന് വരും. ഓക്കെ, x cannot be always a natural number. എക്സിന് ഒരിക്കലും എന്താകാൻ പറ്റില്ല, നാച്ചുറൽ നമ്പർ ആകാൻ പറ്റില്ല. ഓക്കെ, എപ്പോഴും അല്ല, കനോട്ട് ബി ഓൾവേസ് എന്നാണ്. എപ്പോഴും എന്താകാൻ പറ്റില്ല, നാച്ചുറൽ നമ്പർ ആകാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ y 1 ആണെന്നുണ്ടെങ്കിൽ x എന്താണ്, √1 1 ആണ്. ഓക്കെ, 2 ആണെന്നുണ്ടെങ്കിലോ √2, അത് നാച്ചുറൽ നമ്പർ ആണോ, അല്ലല്ലോ. എക്സാമ്പിൾ y ഈക്വൽ ടു 2, അപ്പോൾ √2 എന്ന് വരും. √2 നാച്ചുറൽ നമ്പർ ആണോ, അല്ലല്ലോ. നമുക്ക് നോക്കിയ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ടാണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അവിടെ രണ്ടാമത് നമ്മൾ നാച്ചുറൽ നമ്പർ ആയിട്ട് എടുത്തപ്പോൾ 1/2 നാച്ചുറൽ നമ്പർ അല്ല എന്ന് പറഞ്ഞില്ലേ. ഇതും അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റത്തെ എലമെൻറ്റ്, അത് നാച്ചുറൽ നമ്പറാണ്. ഇവിടെ വൈക്ക് നമ്മൾ 2 കൊടുക്കുമ്പോൾ എക്സ് √2 എന്ന് കിട്ടും. ഇത് നാച്ചുറൽ നമ്പർ ആണോ, അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നോട്ട് എ നാച്ചുറൽ നമ്പർ. അതുകൊണ്ട് എന്തല്ല, നോട്ട് ഓൺ ടു, ഇത് സർജക്റ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ഇൻജെക്റ്റീവ് ആണ്, എന്തല്ല, സർജക്റ്റീവ് അല്ല. അതായത് വൈയിലുള്ള ഓരോ എലമെൻറ്റുകളും, അതായത് വൈനെ നമ്മൾ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, √2 എന്ന് കിട്ടും. പക്ഷേ എക്സ് എന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇതെന്തല്ല, ഓൺ ടു അല്ല. ഇതെന്തല്ല, ഓൺ ടു അല്ല. ഇനി ഓൺ ടു നമ്മൾ കണ്ടീഷൻ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ, അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ
1 2 3 ഇത് നാച്ചുറൽ നമ്പറാണ് 1 2 3. ഇപ്പോൾ നോക്കിയാൽ y 1 എടുത്താൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇത് കൊടുത്തല്ലോ 1ൻ്റെ സ്ക്വയർ 1 2ൻ്റെ സ്ക്വയർ 4 ആണ് കണ്ടോ. ഇവിടെ ഈ 2ഉം 3ക്കും 2ഉം 3യും ആരുടെയും ഇമേജ് അല്ല. നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അല്ലാതെയാണ് ഞാൻ പറയണത്. ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 ആണ്. നമ്മൾ എന്താ ആരോ ഡയഗ്രം വരക്കുമ്പോൾ ഇതൊന്ന് മായ്ക്കാം നമുക്ക് കേട്ടോ, ഒരു മിനിറ്റ്. ആരോ ഡയഗ്രം വരക്കുമ്പോൾ നാച്ചുറൽ നമ്പർ 1 2 3 4 5 അങ്ങനെ പോവും. ഇതോ ഇവിടെ നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 7 8 9 ഇങ്ങനെ പോവാണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്. ഓക്കെ, അപ്പോൾ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനും രണ്ടാമത്തെ സെറ്റിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓരോ ഇമേജുകൾ വേണം, അതുണ്ട്. ഓക്കെ, ഇനി ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള ഓരോരുത്തരും ഫസ്റ്റ് സെറ്റിലുള്ള ആരുടെയെങ്കിലും ഇമേജ് ആവണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ 2ഉം 3യും ആരുടെയും ഇമേജ് അല്ല. അതേപോലെ തന്നെ 5ഉം 6ഉം 7ഉം 8ഉം അതും ആരുടെയും ഇമേജ് അല്ല. അപ്പോൾ ഇത് ഓൺ ടു അല്ല. ഇങ്ങനെ ആരോ ഡയഗ്രം വെച്ചുകൊണ്ട് നമുക്കിത് പറയാം കേട്ടോ. ഇത് കണ്ടീഷൻ വെച്ചുകൊണ്ട് ആരോ ഡയഗ്രം വെച്ചുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കുകയാണ് കേട്ടോ. ഇൻറ്റിജർ ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അഥവാ x1 ഈക്വൽ ടു x2 എടുത്തു. x1 സ്ക്വയർ ഇസ് ഈക്വൽ ടു x2 സ്ക്വയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ x1ന് 2 വാല്യൂ വരും, പ്ലസ് x2 വരും, മൈനസ് x2 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എന്താക്കിയിട്ട് പറയാൻ പറ്റില്ല, 2 വാല്യൂ വരുന്നുണ്ട്. x1ന് 2 വാല്യൂ, ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവും കൺസിഡർ ചെയ്യണം. z എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ x1ന് ഒരു വാല്യൂ ആണോ, ഫസ്റ്റത്തെ എലമെന്റ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണമെന്നാണ് പറയുന്നത് അല്ലേ. x1ന് ഇവിടെ 2 വാല്യൂ വരും. ഓക്കെ, എക്സ് ഡസ് നോട്ട് ഹാവ് എ യുണീക്ക് ഇമേജ്. ഒരു യുണീക്ക് ഇമേജ് ആയിരിക്കില്ല x1ന് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തല്ല, 1 1 അല്ല. ഇതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. എഫ് ഓഫ് -1, -1ൻ്റെ സ്ക്വയർ എത്രയാണ്, 1 ആണ്. ഇനി 1ൻ്റെയും സ്ക്വയർ എത്രയാണ്, 1 ആണ്. കണ്ടോ, 1 എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇമേജ് ആണ്. ഇങ്ങനെ വരുന്നതിന് നമ്മളൊരു പേര് പറഞ്ഞിരുന്നു, മെനി 1 അഥവാ മെനി 1, പല ആളുകൾക്ക് ഒരു ഇമേജ് വരിക, അതാണ് മെനി 1 എന്ന് പറയുന്നത് കേട്ടോ. നമ്മളോട് ചോദിച്ചിട്ടുള്ള 1 1 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 1 1 അല്ല. ഓക്കെ, 1 1 അല്ല. എഫ് ഈസ് എ മെനി 1 ഫംഗ്ഷൻ. ഇതൊരു മെനി 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. അത് നമ്മൾ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഇനി y ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുത്തു. നോക്കുക, പ്ലസ് ഓർ മൈനസ് റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് y വരും. ഇത് ഇൻറ്റിജർ ആവുമോ, എപ്പോഴും ഇല്ല. കാരണം റൂട്ട് 2 ഇൻറ്റിജർ അല്ല. നേരത്തെ പോലെ തന്നെ y ഈസ് ആൻ ഇൻറ്റിജർ എന്ന് പറയുന്നത് x ഈക്വൽ ടു -√2 വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇതെന്തല്ല, പോസിബിൾ അല്ല. എക്സും എന്താണ്, ഇൻറ്റിജർ ആണ്. ഇതും പോസിബിൾ അല്ല. എക്സ് നമുക്ക് ഇൻറ്റിജർ, -√2 ഇത് പോസിബിൾ ആണോ, പോസിബിൾ. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ തന്നെ പോസിബിൾ അല്ല. അപ്പോൾ ഇത് ഓൺ ടു അല്ല. ഓക്കെ, ഇതിനെ നമുക്ക് നേരത്തെ പോലെ വേണമെന്നുണ്ടെങ്കിൽ ആരോ ഡയഗ്രം വെച്ചുകൊണ്ടും പറയാം കേട്ടോ. 1 -1 എടുക്കാം, 0 എടുക്കാം, 1 എടുക്കാം. ഇവിടെ അതേപോലെ തന്നെ -1 0 1 എന്നൊക്കെ എടുക്കാം. -1ൻ്റെത് 1 ആണ്, 1ൻ്റെതും 1 ആണ്, 0ൻ്റെത് 0 ആണ്. കണ്ടോ, ഇവിടെ 1 എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇമേജ് ആണ്. അതാണ് മെനി 1 എന്ന് പറയുന്നത്. ഇവിടെ -1ന് ആരും ഇമേജ് ആയിട്ടില്ല. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ആരോ ഡയഗ്രം വെച്ചുകൊണ്ട്. അപ്പോൾ -1ന് ആരും ഇമേജ് ആയിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് പറയാൻ പറ്റില്ല, ഓൺ ടു ആണെന്നും പറയാൻ പറ്റില്ല. അടുത്തത് റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലോട്ടാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വരും. നോക്കിക്കോളാം, സ്ക്വയർ ഒക്കെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് x1 ഈക്വൽ ടു x2 സ്ക്വയർ വരും. നേരത്തെ പോലെ x1 ഈക്വൽ ടു -x2 പ്ലസ് x2 വരും. റിയൽ നമ്പർ ആണ്, രണ്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, എക്സ് ഡസ് നോട്ട് ഹാവ് എ യുണീക്ക് ഇമേജ് നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. എഫ് ഓഫ് -1 1 ആണ് കിട്ടുക, എഫ് ഓഫ് 1 1 ആണ് കിട്ടുക. സോ നോട്ട് 1 1. ഇതൊരു ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ അല്ല, ഇതും മെനി 1 ഫംഗ്ഷൻ ആണ് അല്ലേ. രണ്ടിനും ഒരാൾ തന്നെ രണ്ടാൾക്ക് ഇമേജ് ആയിട്ട് നിൽക്കുകയാണ്. ഇതും മെനി 1 ഫംഗ്ഷൻ ആണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ വരും. നേരത്തെ പോലെ തന്നെ റൂട്ട് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് y ഈക്വൽ ടു എക്സ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെയും റിയൽ നമ്പർ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ, y ഒരു റിയൽ നമ്പറാണ്, അത് കൊടുക്കുമ്പോൾ -2 ഒരു റിയൽ നമ്പർ ആണല്ലോ, അത് കൊടുക്കുമ്പോൾ ഇത് പോസിബിൾ അല്ല. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതെന്തല്ല, റിയൽ നമ്പർ അല്ല. എക്സും റിയൽ നമ്പർ തന്നെയാണ്. ഓക്കെ, എക്സ് റിയൽ നമ്പർ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ റൂട്ട് -2 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റിയൽ നമ്പർ, അതൊരു ഇമാജിനറി നമ്പറാണ്. അപ്പോൾ ഇത് പോസിബിൾ അല്ല. ഓക്കെ, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ റിയൽ നമ്പർ അല്ല കേട്ടോ. പക്ഷെ വെറും √2 ആണെന്നുണ്ടെങ്കിൽ അത് റിയൽ നമ്പർ ആയിരുന്നു. ഇതെന്തല്ല,
ഇത് ഓൺ ടു അല്ല. ഇപ്പോൾ ഇത് 1 1 അല്ല, ഓൺ ടു അല്ല. ക്ലിയർ? ദെൻ അടുത്തത് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ടാണ്, പക്ഷേ എക്സ് ക്യൂബാണ് കേട്ടോ, എക്സ് ക്യൂബാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൾ ടു എഫ് ഓഫ് എക്സ് 2 എടുത്തു. x1 the whole cube equal to x2 the whole cube. ക്യൂബ് എടുക്കുമ്പോൾ x1 ഈക്വൾ ടു x2 ഉണ്ടാവുള്ളൂ. അവിടെ പ്ലസും മൈനസും വരില്ല കേട്ടോ. കാരണം മൈനസിൻ്റെ ക്യൂബ് അത് മൈനസാണ്, പ്ലസിൻ്റെ ക്യൂബ് അത് പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂ ഇല്ല, ഒരൊറ്റ വാല്യൂ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് പറയാം, 1 1 ആണെന്ന് പറയാം. ഇനി y ഈക്വൾ ടു എക്സ് ക്യൂബ് എടുത്തു, ഇതിൻ്റെ ക്യൂബ് റൂട്ട്, അപ്പോൾ എക്സ് എന്തായിരിക്കും, ക്യൂബ് റൂട്ട് ഓഫ് y എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എക്സ് cannot be always a natural number. ഇവിടെയും എക്സ് എപ്പോഴും എന്താവില്ല, നാച്ചുറൽ നമ്പർ ആവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2, ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടില്ല. സ്ക്വയർ റൂട്ട് ഓഫ് 2 തന്നെ നമുക്ക് പോയിന്റാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് 2 എന്തായിരിക്കും അല്ലേ? ക്യൂബ് റൂട്ട് പറഞ്ഞാൽ എന്താ, ഒരു നമ്പറിന് 3 വട്ടം ഗുണിക്കുമ്പോൾ 2 കിട്ടണം, അങ്ങനത്തെ നമ്പർ ഉണ്ടോ? ഇല്ല. ഓക്കെ, നോട്ട് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ എന്തല്ല, ഓൺ ടു അല്ല. ഓക്കെ, ഇതിനെ നമുക്ക് ആരോ ഡയഗ്രാം വെച്ചും പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 അങ്ങനെ പോകും. ഇവിടെയോ നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 7 8. ക്യൂബ് ആയതുകൊണ്ടാണ് 8 വരെ കേട്ടോ. 1ൻ്റെ ക്യൂബ് 1 ആണ്, 2ൻ്റെ ക്യൂബ് 8 ആണ്, 3ൻ്റെ ക്യൂബ് 27 ആണ്, 4ൻ്റെ ക്യൂബ് 64 ആണ്. ഓരോന്നിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് 1 1 ആണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ വൈയിലുള്ള ഇത്രയും എലമെൻറ്റിനെ നമ്മൾ ഇവിടെ എഴുതിയ ഈ എലമെൻറ്റുകൾക്ക് എന്തില്ല, എക്സിൽ ഇമേജ് ഇല്ല. അപ്പം തന്നെ എന്തല്ല എന്ന് പറയാൻ പറ്റും, ഓൺ ടു അല്ല എന്ന് പറയും. ഓൺ ടുവിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ആരോ ഡയഗ്രാം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാവരും 1ലുള്ളതിൻ്റെ ആരെങ്കിലും ഒരാളുടെ ഇമേജ് ആയിരിക്കണം എന്നാണ് പറയാം. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് ക്യൂബ് ഇൻറ്റീജറിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് 1 ഈക്വൾ ടു എഫ് ഓഫ് എക്സ് 2, x1 the whole cube equal to x2 ക്യൂബ്, ഇവിടെയും നമുക്ക് x1 ഈക്വൾ ടു x2 കിട്ടും. ഓക്കെ, അത് പോസിറ്റീവ് ആവാൻ നെഗറ്റീവ്, കാരണം നെഗറ്റീവിൻ്റെ ക്യൂബ് നെഗറ്റീവാണ്, പോസിറ്റീവിൻ്റെ ക്യൂബ് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ പ്രശ്നം വരില്ല. മറ്റത് സ്ക്വയർ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് എടുത്തത്. ഇത് 1 1 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി y ഈക്വൾ ടു എക്സ് ക്യൂബ് എടുത്തു, നേരത്തെ പോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് y. ഇത് ഇൻറ്റീജർ ആണ് അല്ലേ, എക്സ് cannot be always an integer. ഒരു എക്സാമ്പിൾ y ഈക്വൾ ടു 2 തന്നെ, ക്യൂബ് റൂട്ട് ഓഫ് 2 ഇറ്റ്സ് നോട്ട് ആൻ ഇൻറ്റീജർ. ഓക്കെ, ഇതും നിങ്ങൾക്ക് ആരോ ഡയഗ്രാം വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇൻറ്റീജർ 1നും ഓരോന്നിനും പോസിറ്റീവായി -1 0 2 ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും -1, അതിൻ്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഓരോ 3 നമ്പർ എടുത്തോളൂ. -1ൻ്റെ ക്യൂബ് എന്ത് തന്നെയാണ്, -1 തന്നെയാണ്. 0ൻ്റെ ക്യൂബ് എന്താണ്, 0 ആണ്. 2ൻ്റെ ക്യൂബ് 8 ആണ്, അങ്ങോട്ട് പോകും. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ -2ൻ്റെ ക്യൂബ് അത് എത്രയാണ്, 2 × 2 × ഇപ്പോൾ -2 × -2 അത് -8 ആണ്. 2 × 2 4 4 × 2 8 -8 ആണ്, അത് അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് 1 1 ആണ്. ഓക്കെ, ഓൺ ടു എന്ന് പറയാൻ നോക്കിക്കോ, ഇവിടെ 2 ആരുടെയും ഇമേജ് അല്ല. 2 കഴിഞ്ഞാൽ പിന്നെ 8ലോട്ടാണ് പിന്നെ പോവുക. അപ്പോൾ 2 ആരുടെയും ഇമേജ് അല്ല, അപ്പോൾ ഇത് ഓൺ ടു അല്ല. ഓക്കെ, നോട്ട് ആൻ ഇൻറ്റീജർ, നോട്ട് ഓൺ ടു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 1 1 എങ്ങനെയാണ് ഓൺ ടു എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ, ബൈ ബൈ.